ഹായ്ഡാ, വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുകയല്ലേ? ഇതാ കണ്ടപ്പോൾ നല്ല മഞ്ഞൊരു മോർണിംഗ് വ്യൂ അല്ലേ നിങ്ങൾ കണ്ടത്? അതുകൊണ്ട് ഞാൻ പറയുകയാണ്, ഇത് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച വ്യൂ കേട്ടോ. അതായത് നമ്മൾ നവംബറിൽ ഷൂട്ട് ചെയ്ത വീഡിയോ ആണിത്. മാധുവിൻ്റെ ബർത്ത്ഡേ വ്ളോഗാണ്. ആക്ച്വലി അന്ന് വൺ ഫ്ലോപ്പായിരുന്നു. കാരണം വഴിയെ നിങ്ങൾക്ക് കാണാം എന്താണ് സംഭവിച്ചതെന്നൊക്കെ. അപ്പോൾ അതുകൊണ്ട് വീഡിയോ ഇടണോ വേണ്ടേ എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ച് കുറച്ച് കൺഫ്യൂഷനിൽ കുറേ പോർഷനൊക്കെ കട്ട് ചെയ്തുണ്ടാക്കിയൊരു വീഡിയോ കേട്ടോ. അപ്പോൾ ഇന്ന് മാധുവിന് ക്ലാസ്സിലൊരു ഡേ ആണ്. അപ്പോൾ മാധുവിനെ ക്ലാസ്സിൽ വിട്ടിട്ടാണ് നമ്മൾ സർപ്രൈസൊക്കെ സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുന്നത്. ഓൾറെഡി അവൾക്ക് വേണ്ട സർപ്രൈസ് ഗിഫ്റ്റ് നമ്മൾ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് വേണം അവളെ പോയി ചേട്ടൻ വിളിക്കാൻ. എടാ ഒരു മിനിറ്റ് കേട്ടോ, ഒരു പ്രോഡക്റ്റ് കാണിച്ചു. മുടി വളരാൻ എന്തെങ്കിലും ഒരു പ്രോഡക്റ്റ് പറഞ്ഞു തരുമോ ചേച്ചി എന്ന് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. നമ്മുടെ ബിസി ലൈഫിൽ എണ്ണ കാച്ചാനോ ഹോം റെമഡീസ് ട്രൈ ചെയ്യാനൊന്നും ആർക്കും ടൈം ഉണ്ടാവില്ല അല്ലേ? അപ്പം അങ്ങനെയുള്ളവർക്ക് ഒരു പെർഫെക്റ്റ് പ്രോഡക്റ്റിന് സജസ്റ്റ് ചെയ്യാം. ആദിവാസി ഭൃംഗരാജ് ഹെർബൽ ഹെയർ ഓയിൽ. ഉൾക്കാടുകളിൽ നിന്ന് അത്യപൂർവമായ 108 പച്ചമരുന്നുകൾ ശേഖരിച്ച് പരമ്പരാഗത രീതിയിൽ ആദിവാസികൾ തന്നെ ഉണ്ടാക്കുന്ന ഒരു സ്പെഷ്യൽ എണ്ണയാട്ടോ ഇത്. മുടി കൊഴിച്ചിൽ തടയാനും ഡാൻഡ്രഫിനെ തുരത്താനും ഇതൊരു കിഡിലൻ പ്രോഡക്റ്റ് ആണ്. മാത്രമല്ല മുടി സമൃദ്ധമായിട്ട് വളരുകയും ചെയ്യും. ഇത് ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഒരുപോലെ യൂസ് ചെയ്യാം. എന്നാലും ഇവർ സജസ്റ്റ് ചെയ്യുന്നത് ഗേൾസ് ആഴ്ചയിൽ 3 ദിവസം ഓവർനൈറ്റ് വെച്ച് രാവിലെ കഴുകിക്കളയുക. ഇതാട്ടോ പറയുന്നത്. കഴുകിക്കളയുന്നത് ഇവരുടെ ഹെർബൽ പൗഡർ ഉണ്ട്, അത് അടിപൊളിയാട്ടോ. നന്നായിട്ട് പതയും ഷാമ്പൂ പോലെ തന്നെ ഒരു പേസ്റ്റ് ആക്കി എടുത്തിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ ബോയ്സിനാണെങ്കിൽ എല്ലാ ദിവസവും പുരട്ടാനാണ് പറയുന്നത്. അത് രാത്രി പുരട്ടിയിട്ട് രാവിലെ കഴുകിക്കളയുന്ന പോലെ. പക്ഷേ ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് ആഴ്ചയിൽ ഒരു പ്രാവശ്യം മാത്രമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതും ഡേ ടൈമിൽ വെച്ചിട്ട് 1 hour കഴിഞ്ഞ് വാഷ് ഔട്ട് ചെയ്യുകയാണ് കേട്ടോ ചെയ്തത്. കാരണം എനിക്ക് ഒരു എണ്ണയും ഓവർനൈറ്റ് വെച്ചിരിക്കാൻ പറ്റില്ല കേട്ടോ. എല്ലാവർക്കും ഒരുപോലെ ഇരിക്കുമല്ലോ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് മാത്രം ഡെയിലിയൊക്കെ യൂസ് ചെയ്യുക. ഡെയിലി യൂസ് ചെയ്താലാണ് ഗുഡ് റിസൾട്ട് ഫോർ ബോയ്സ്. 3 days ആണ് ഗേൾസിന് പറയുന്നത്. വീക്ക്ലി വൺസ് യൂസ് ചെയ്തിട്ട് തന്നെ നല്ല റിസൾട്ട് ഞങ്ങൾക്ക് 2 പേർക്കും ഉണ്ടായിരുന്നു. ലിൻചേട്ടൻ്റെ എൻ്റെ നെറ്റ് കയറുന്നുണ്ടായിരുന്നു, മുടി കൊഴിച്ചിലുണ്ടായിരുന്നു, നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പ്രോഡക്റ്റ് ട്രൈ ചെയ്യണമെങ്കിൽ ഞാൻ നമ്പർ കൊടുത്തേക്കാം. നല്ലൊരു ലൈറ്റ് ഹെർബൽ സ്മെല്ലും കൂടി ഉണ്ട് കേട്ടോ. അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇന്ത്യക്കകത്തും പുറത്തൊക്കെ ഡെലിവറി ഉണ്ട്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ഇത് 1 month യൂസ് ചെയ്തതിന് ശേഷമുള്ള എൻ്റെ മുടിയാട്ടോ. ഫുൾ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട് കേട്ടോ. കുറച്ചൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ടൈമായി. അപ്പോൾ ചേട്ടൻ പോയി. പിന്നെ എൻ്റെ ഹാർട്ട് ബീറ്റിങ്ങിന് കൂടിക്കൊണ്ടിരിക്കുകയാണ്. കാരണം എനിക്ക് ഏറ്റവും പേടിയുള്ളൊരു സാധനമാണ് ഈ ബലൂൺ എന്ന് പറഞ്ഞാൽ എനിക്കറിയില്ല, എനിക്ക് ഭയങ്കര പേടിയാണ്, കുഞ്ഞിലേ മുതലുള്ള പേടിയാണ്. അപ്പോൾ പിന്നെ അവൾക്ക് വേണ്ടി നമ്മൾ സർപ്രൈസായിട്ട് വാങ്ങിയ ഗിഫ്റ്റാണ് നമ്മുടെ ടെൻറ്റ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കണ്ട് കുട്ടി സർപ്രൈസ്ഡ് ആവുമെന്ന് എനിക്കറിയില്ല. പുറത്ത് നല്ല മഴയും കാറ്റും ഇടിവെട്ടൊക്കെ ഉണ്ട്. അപ്പോൾ അതും വേറൊരു ടെൻഷനാണ്. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇതാ മാതിങ്കി കുട്ടി വന്നിട്ടുണ്ട്. കുറച്ചൊക്കെ സർപ്രൈസ്ഡ് ആയിട്ടുണ്ട്. സർപ്രൈസിനേക്കാൾ എക്സൈറ്റഡ് ആണ്. കാരണം എന്തെങ്കിലുമൊക്കെ നമ്മൾ ഒപ്പിക്കുന്നതൊക്കെ അറിയാമായിരുന്നു. അപ്പോൾ അത്ര എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു ഒക്കെ. പക്ഷേ ഞങ്ങളുടെ എക്സൈറ്റ്മെൻറ്റും സർപ്രൈസസൊക്കെ അവളുടെ ഡ്രസ്സ് കണ്ടിട്ടായിരുന്നു. നമ്മൾ തുണിയെടുത്ത് ചിറ്റേനെ കൊണ്ട് സ്റ്റിച്ച് ചെയ്യിപ്പിച്ച് ചിഞ്ചുമായിട്ട് സ്വന്തമായിട്ട് വർക്ക് ചെയ്തതാണ് ആ കാണുന്നത് മൊത്തം. പക്ഷേ ഈ ചേച്ചി അവിടെ എന്തിനു പോയതാണെന്ന് അറിയില്ല. ഉഴുത് മറിച്ച് പാൻസ് മൊത്തം ബ്ലാക്ക് കാറ്റി. അതെങ്ങനെയാക്കിയെന്ന് അറിയില്ലടാ. ഫുള്ള് ബ്ലാക്ക് കരി അവളുടെ പാൻസിൽ മൊത്തം. ഓരോ ബർത്ത്ഡേക്കും നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്യിപ്പിച്ചിട്ട് ഇഞ്ചേണ്ടതായിട്ടുള്ള എന്തെങ്കിലും ഒരു കരവിരുത് അവിടെ നിന്ന് വരുത്തും. അത് നമുക്കൊരു മെമ്മറിയാണ്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ എല്ലാ ബർത്ത്ഡേക്കും. പക്ഷെ അത് ഇവള് ഈ പ്രാവശ്യം ഇങ്ങനെ ആക്കിയെടുത്ത്. പിന്നെ എല്ലാം ഫ്ലോപ്പായി എൻ്റെ മക്കളെ. കാരണം നല്ല ഇടിവെട്ട് മഴയായിരുന്നു. ഇത് വേറൊരു ഡ്രസ്സാണ്. ഇതും ചിറ്റിനെ കൊണ്ട് തയ്പ്പിച്ചിട്ട് ചേട്ടൻ തന്നെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. കുറച്ച് വർക്കും കൂടി ബാക്കിയുണ്ടായിരുന്നു. പക്ഷെ മഴ ചതിച്ചു. ഫുൾ വെള്ളപ്പൊക്കം പോലെയായി. അന്ന് നമ്മുടെ ബിവറേജിൽ നിന്ന് സാധനങ്ങളൊക്കെ മറിഞ്ഞു വീണ് ഒരു ന്യൂസ് നിങ്ങൾ കേട്ടില്ല? ഇൻഫോ പാർക്കിൻ്റെ അടുത്തുള്ള ബിവറേജ് എല്ലാം നശിച്ചു, മരം വീണു. അങ്ങനൊരു ടൈം ഉണ്ടായിരുന്നല്ലോ നമുക്ക് നവംബറിൽ. ആ ദിവസമായിരുന്നു. അപ്പോൾ അച്ഛനും അമ്മയും വന്നിട്ടുണ്ടായിരുന്നു. അവർ വന്ന വഴിക്കും മരം വീണു. പിന്നെ അവരെ പകുതി വഴിയിൽ വണ്ടി വെച്ച് ഇറങ്ങി നടന്നൊക്കെയാണ്, സാഹസികമായിട്ടാണ് അവരിവിടെ എത്തിയത്. അപ്പോൾ ഇവർ വന്നിട്ട് കേക്ക് മുറിക്കാമെന്നൊക്കെ വിചാരിച്ചാണ്. വൻ വിറ്റെന്താണെന്ന് വെച്ചാൽ കറണ്ട് പോയി. കറണ്ട് ഇനി നാളെ രാവിലെ വരുള്ളൂ എന്നവർ പറഞ്ഞു. അപ്പോൾ ഞങ്ങളിങ്ങനെ മരം വീണത് എവിടെയാണെന്നൊക്കെ നോക്കാൻ വേണ്ടി നടക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ തൊട്ട് നമ്മുടെ വീടിൻ്റെ പുറത്ത് വലിയൊരു മരം വീണിരിക്കുന്നത്. ഒരു ചാൻസും ഇല്ല വീഴാൻ. എന്നിട്ടും അത് വീണട്ടോ. എനിക്കൊന്നും ഇടിവെട്ടേറ്റതാന്ന് തോന്നുന്നു. അപ്പം ഇനി അവിടെ നിന്ന് ആൾക്കാരൊക്കെ വന്ന് വെട്ടുന്നുണ്ട്. പിന്നെ നാട്ടുകാരൊക്കെ സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കാരണം പോസ്റ്റൊക്കെ വീണ് കിടക്കുന്നുണ്ട്. അപ്പോൾ അത് കാരണം ഇനി കറണ്ടിനി നോക്കണ്ട. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് നമ്മൾ അകത്ത് കയറിയപ്പോഴൊക്കെ ഏകദേശം 7 മണിയായിട്ടോ. അപ്പോൾ അമ്മ പായസം ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, ചെമ്മീൻ ബിരിയാണി ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. വൻ പ്ലാനുകളായിരുന്നു ഞങ്ങൾക്ക്. പക്ഷേ എല്ലാ പ്ലാനും മഴയും വെയിലല്ല, മഴ ചതിച്ചു. അപ്പോൾ വേണ്ട, ചെമ്മീൻ ബിരിയാണി കിട്ടില്ലായിരുന്നു കേട്ടോ. പായസം നല്ലതായിരുന്നു. ഇനി വേറൊരു കാര്യം പറയട്ടെ, നമ്മൾ കേക്ക് കട്ട് ചെയ്തിട്ടില്ല, കേക്ക് ഓർഡർ ചെയ്തിട്ടുമില്ല. അപ്പോൾ ഈ ടൈം ആയതുകൊണ്ട് അറിയില്ല എങ്ങനെയാണ്. മരമൊക്കെ വീണ് കിടക്കണല്ലേ, ഓർഡർ ചെയ്താലും കിട്ടുമെന്ന് അറിയില്ല. നമുക്കാണെങ്കിൽ അങ്ങോട്ട് പോകാനും പറ്റുന്നില്ല. ആകെ പ്രശ്നം ഒരു കുഞ്ഞ് കേക്കെങ്കിലും വാങ്ങി കട്ട് ചെയ്യണം എന്നുള്ള വാശിയിലായിരുന്നു കേട്ടോ ഞാൻ. കാരണം അതൊരു വർഷം മുമ്പേ തുടങ്ങിയതാണ് ബർത്ത്ഡേ പുരാണം. കാരണം അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം. എല്ലാവരും അങ്ങനെ ആയിരിക്കുമല്ലോ. എല്ലാ കുട്ടികളും അങ്ങനെയാണ്, ഞാനും അങ്ങനെയാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ മാതിൻ്റെ ഡ്രസ്സൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. മാതിനൊന്ന് റെഡിയാക്കി കൊടുക്കുകയാണ്. ഇരുട്ടത്താണ് എല്ലാ പരിപാടികളും. പിന്നെ അച്ഛൻ്റെ അമ്മയുടെ ഗിഫ്റ്റ് ഓപ്പൺ ചെയ്ത് നോക്കാനായിരുന്നു. മാധുവിന് കുറേ നേരമായിട്ട് പുറകെ നടന്ന് ഓപ്പൺ ചെയ്തോട്ടെ എന്നൊക്കെ ചോദിച്ച് നടക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്കത് തുറന്ന് നോക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഹാപ്പി ആയിട്ടിരിക്കുകയാണ് കേട്ടോ.
അപ്പോൾ 2 ഗിഫ്റ്റ് ഉണ്ടായിരുന്നു. ബാർബി ആയിരുന്നു ഒരെണ്ണം കുഞ്ഞു കാറായിരുന്നു കേട്ടോ. ഗിഫ്റ്റ് അവളുടെ ആണെങ്കിലും സെലക്ഷൻ ഉണ്ട് കേട്ടോ. കാരണം അറിയാലോ നമുക്ക് കിട്ടാത്ത എല്ലാ സാധനവും നമ്മളിപ്പോൾ നമ്മുടെ കുട്ടികളിലൂടെ തീർത്തോണ്ടിരിക്കുമല്ലോ. അതങ്ങനെയാണ്, എല്ലാ അമ്മമാരും അങ്ങനെയാണെന്ന് എനിക്കറിയാം അല്ലേ? ആണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അത് പറഞ്ഞപ്പോഴാണ് നമ്മുടെ ഒരു ഫാമിലി മെമ്പർ, അതായത് നമ്മുടെ സബ്സ്ക്രൈബർ ഫർസാന സയാൻ, അവരുടെ മക്കളുടെ പേര് നമ്മുടെ ചാനലിലൂടെ ഒന്ന് പറയുമെന്ന് ചോദിച്ചു. അതെന്നെ കേട്ടപ്പോൾ വളരെ ഹാപ്പി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇസ സയാനും ഒരു വലിയ ഹായും ഒരു വലിയ ഹഗ്ഗും ഒരു വലിയ ഉമ്മയും. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ ഓർഡർ ചെയ്ത കേക്ക് വന്നു കേട്ടോ. ഒരു ചെറിയ കേക്കാണ് വന്നത്. ഞാൻ ഉദ്ദേശിച്ച കേക്ക് ഇത്തിരി വലുതായിരുന്നു, പക്ഷേ ചെറുതാണ് വന്നത്. പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, ചീസ് കേക്കാണ് ഓർഡർ ചെയ്തത്. മാധുവിന് ചീസ് ഭയങ്കര ഇഷ്ടമായതുകൊണ്ടാണ് കേട്ടോ ചീസ് കേക്ക് ഓർഡർ ചെയ്തത്. പക്ഷേ വന്നത് ഭയങ്കര കുഞ്ഞു കേക്കാടാ. ഞാൻ ആ ഓൺലൈനിൽ കണ്ടപ്പോഴത്തേക്കും ഞാൻ വിചാരിച്ചു ഭയങ്കര വലുതായിരിക്കും, ഭയങ്കര വലുതല്ലെങ്കിൽ ഒരു മീഡിയം ആയിരിക്കും എന്ന് വിചാരിച്ചു. പക്ഷേ കേക്കിൻ്റെ ടേസ്റ്റ് അടിപൊളിയായിരുന്നു. പിന്നെ അമ്മ വൈൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ക്രിസ്മസ് ആണല്ലോ വരുന്നത്, അതായത് ഇത് നവംബറിലെടുത്ത വീഡിയോ ആണല്ലോ. അപ്പോൾ നെക്സ്റ്റ് മന്ത് ക്രിസ്മസ് ആയതുകൊണ്ട് വൈനൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അടിപൊളി വൈനായിരുന്നു കേട്ടോ. കുട്ടികൾക്കൊക്കെ കൊടുക്കാം കേട്ടോ. ഇതിൻ്റെ റെസിപ്പി ഞാൻ വേറെ ദിവസം ഇടാം. വേറെ പ്രോബ്ലം ഒന്നുമില്ല, എക്സ്ട്രാ ആയിട്ടൊന്നും നമ്മൾ ആഡ് ചെയ്യുന്നില്ല. ചിലവർ ലിക്കറൊക്കെ ആഡ് ചെയ്യില്ല, അങ്ങനത്തെ പരിപാടിയൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ അടിപൊളി വൈനാണ്. ആക്ച്വലി ശരിക്കും ആ ദിവസങ്ങൾ ശരിക്കും മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ. പ്രത്യേകിച്ച് ഇനി അങ്ങോട്ട് കൂടുതൽ മിസ് ചെയ്യും. അതെന്താണെന്ന് ഞാൻ അടുത്ത വ്ളോഗിൽ പറയാം കേട്ടോ. അപ്പോൾ എന്തായാലും ഈ ഒരു ബർത്ത്ഡേ കുറച്ച് അലങ്കോലമൊക്കെ ആയെങ്കിലും കുഴപ്പമില്ല, അതൊരു മെമ്മറി. ഇപ്പോൾ മാധുവിൻ്റെ 7th ബർത്ത്ഡേ ഇങ്ങനെയൊക്കെ ആയിരുന്നു എന്നൊക്കെ പറയാൻ പറ്റിയില്ലേ. അപ്പോൾ അത് നമുക്ക് സെലിബ്രേറ്റ് ചെയ്തുകൊണ്ടല്ലേ. അല്ലെങ്കിൽ ആ ദിവസം വെറുതെ വിട്ടിട്ട് നമ്മൾ നെഗ് അടിച്ചിരിക്കുകയാണെങ്കിൽ മൊത്തം കുളമാവില്ലായിരുന്നു. അപ്പോൾ ഏതൊരു സിറ്റുവേഷനിലും ചിലപ്പോൾ പോസിറ്റീവ് സിറ്റുവേഷൻ ആവണമെന്നില്ല, എങ്കിൽ പോലും നമ്മൾ അവിടെ ഒരു ഹാപ്പിനെസ് കണ്ടെത്തുക, നമുക്ക് പറ്റുന്ന പോലെയൊക്കെ അങ്ങോട്ട് ചെയ്യുക. അപ്പോൾ അവിടെ നമുക്ക് ഹാപ്പിനെസ് കിട്ടും, നമ്മളുടെ ലൈഫ് സ്മൂത്ത് ആവും. അപ്പോൾ അത് നമുക്ക് എല്ലാവർക്കും ചെയ്യാവുന്ന കാര്യമാണ്. വലിയ രീതിയിലല്ലെങ്കിലും ചെറിയ രീതിയിലാണെങ്കിലും പറ്റുന്നതൊക്കെ കണ്ട് സെലിബ്രേറ്റ് ചെയ്യുക. നാളെ എന്താണ്, അടുത്ത നിമിഷം എന്താണെന്ന് പോലും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല അല്ലേ. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ തന്നെ അച്ഛനും അമ്മയും സ്ഥലം വിട്ടു. കറണ്ട് ഇതുവരെ വന്നിട്ടില്ല, വൈകുന്നേരം ആവും ഇനി കറണ്ട് വരാൻ. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ.